എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും MRS ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗോദ്റേജ് ഫ്രിഡ്ജിൻ്റെ PCB ആണ്. അപ്പോൾ ഈ ഒരു PCB കൊണ്ടുവന്നിട്ട് ടെക്നീഷ്യൻ പറഞ്ഞിരിക്കുന്നത് ഇതിനകത്ത് കംപ്രസർ എടുക്കുന്നില്ല, ഫാന് വർക്ക് ചെയ്യുന്നില്ല, പിന്നെ ഡോറ് തുറക്കുമ്പോൾ ലൈറ്റും കാര്യങ്ങളൊന്നുമില്ല. ഫ്രണ്ട് പാനലാണ് ഇതിരിക്കുന്നത്. ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്, പിന്നെ ഇവിടെ ഒരു 4 LED ഈ ലൈറ്റും കാര്യങ്ങളൊന്നും വർക്ക് ചെയ്യുന്നില്ല. ഈ ഫ്രിഡ്ജ് ഒരു ഡെഡ് കണ്ടീഷനിലായിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെയാണ് ഈ ഒരു ബോർഡ് എനിക്ക് അഴിച്ച് എടുത്തുകൊണ്ട് തന്നിരിക്കുന്ന ബോർഡിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അത് റെഡിയാക്കാൻ. അപ്പോൾ ഈ ബോർഡ് നമുക്കൊന്ന് പരിശോധിച്ച് ഇതിനകത്ത് എന്താണ് പ്രശ്നം എന്നുള്ളത് നോക്കിയിട്ട് എന്തുകൊണ്ടാണ് നമുക്ക് കംപ്രസർ എടുക്കാത്തതെന്നുള്ളതും ഈ ലൈറ്റും കാര്യങ്ങളൊന്നും വർക്ക് ചെയ്യാത്തതെന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നോക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു വീഡിയോയിലോട്ട് പോകണമെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ കൂടെ അമർത്തുക. ഓക്കെ, ആദ്യം ഈ ഒരു ക്യാബിനകത്ത് നിന്ന് നമുക്ക് ഈ ഒരു ബോർഡ് ഇളക്കിയെടുക്കാം. ഈ ഒരു ബോർഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു 3 സോക്കറ്റ് ഉണ്ടാവും ഈ ഒരു ബോർഡിൽ. ഈ ഒരു സോക്കറ്റ് എന്ന് പറയുന്നത് ഫാന്, ലൈറ്റ്, ഡോർ സ്വിച്ച്, അങ്ങനെ 3 കാര്യങ്ങളാണ് ഈ ഒരു സോക്കറ്റിൽ വരുന്നത്. ഈ 4 പിന്നെന്ന് പറയുന്നത് ഇതിൻ്റെ 2 സെൻസറുണ്ട്. ഈ 2 സെൻസറിൻ്റെ സോക്കറ്റാണിത്. അത് കഴിഞ്ഞിട്ട് ഇതാണ് നമ്മുടെ പവർ കണക്ഷൻ കൊടുക്കുന്നത്. ഇതിൻ്റെ ഹീറ്റർ, ഡീഫ്രോസ്റ്റിംഗ് ഹീറ്റർ വരുന്ന ഈ കണക്ഷൻ ഇതാണ്. പവർ സപ്ലൈ, കംപ്രസറിൻ്റെ ഔട്ട് എല്ലാം ഈ ഒരു കണക്ടറിലാണ് വരുന്നത്. ഇവിടെയായിട്ട് ഇതിൻ്റെ പവർ സപ്ലൈ SMPS വരും. നമ്മുടെ ഈ ഒരു വലിയ റിലേ എന്ന് പറയുന്നത്, വെള്ള കളർ റിലേ എന്ന് പറയുന്നത് കംപ്രസറിനും ഈ ചെറിയ റിലേ ഹീറ്ററിനും കൂടെ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ പവർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഒരു ഡയോഡ് ഇരിക്കുന്നത്. ഈ ഡയോഡിൻ്റെ കണക്ഷൻ വരുന്നത് ഈ ലാസ്റ്റ് പിന്നിലും ഇവിടുത്തെ ഈ ഒരു ലാസ്റ്റ് പിന്നിലുമായിട്ടാണ്. അപ്പോൾ നമുക്ക് ആദ്യം അവിടെ രണ്ടിടത്തുമായിട്ട് ക്ലിപ്പിൽ നമ്മൾ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ AC ലൈന് കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് കണക്ഷൻ കൊടുത്തിട്ട് നമുക്ക് ഇവിടെ ഔട്ട്പുട്ട് 12 വോൾട്ടാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് വരേണ്ടത്. 12 വോൾട്ട് പവർ സപ്ലൈ ഓക്കെ ആണോ എന്ന് ആദ്യം ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഡയറക്റ്റ് അല്ല, സീരിയലിലാണ് കൊടുക്കുന്നത്. സീരിയൽ കൊടുത്ത് സ്വിച്ച് ഓൺ ചെയ്തിട്ടുണ്ട്. ഇത് മൾട്ടിമീറ്റർ എടുക്കാം. മൾട്ടിമീറ്റർ വോൾട്ടേജ് മോഡിലോട്ട് ഇടുക. വോൾട്ടേജ് മോഡിലിട്ടിട്ട് അത് നമുക്ക് ഔട്ട്പുട്ട് ചെക്ക് ചെയ്യാം. ഔട്ട്പുട്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു ഡയോഡാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് ഡയോഡ് എന്ന് പറയുന്നത്, ചോപ്പറിൻ്റെ ഔട്ട്പുട്ട്. ഈ ഡയോഡിൽ 12 വോൾട്ട് അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കപ്പാസിറ്ററിൽ, ഇവിടുത്തെ ഈ 2 കപ്പാസിറ്ററിൽ 12 വോൾട്ട് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഈ ഒരു കപ്പാസിറ്ററിൽ നമുക്ക് 12 വോൾട്ട് ഇല്ല. നമുക്ക് ഇവിടെ ഇതിൻ്റെ പ്രൈമറി സൈഡിലെ കപ്പാസിറ്ററിൽ എത്ര വോൾട്ടേജ് ഉണ്ടെന്ന് നോക്കാം. ഓക്കെ, അതല്ല. ഓക്കെ, ഇവിടെ 312 വോൾട്ട് നമുക്ക് ഇവിടുത്തെ മെയിൻ കപ്പാസിറ്ററിലോട്ട് വരുന്നുണ്ട്. ഈ ഒരു കപ്പാസിറ്ററിൽ നിന്ന് പോസിറ്റീവ് സപ്ലൈ നമ്മുടെ ഡ്രെയിൻ, അതായത് ഈ ICയുടെ ഡ്രെയിനിലോട്ട് വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ICയുടെ ഡ്രെയിനിലും വരുന്നുണ്ട്. അപ്പോൾ സ്വിച്ചിങ് ICക്ക് ഈ ഒരു 312 വോൾട്ട് കയറി വരുന്നുണ്ട്. പക്ഷേ നമുക്കിവിടെ ഔട്ട്പുട്ടില്ല. ഞാൻ പവർ ഓഫ് ചെയ്യാണ്. പവർ ഓഫ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വോൾട്ടേജ് ഡിസ്ചാർജ് ആകാൻ നോക്കാം. ഓക്കെ, വോൾട്ടേജ് ഡിസ്ചാർജ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനകത്ത് എന്തെങ്കിലും ഷോർട്ടിങ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഈ ഒരു IC പ്രൊട്ടക്ഷനുള്ള ടൈപ്പ് IC ആണ്. ഇതിൻ്റെ FSL 206 MR എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്വിച്ചിങ് IC ആണ്. ഈ ICയിൽ ഷോർട്ടിങ് പ്രൊട്ടക്ഷനുള്ള ഒരു ടൈപ്പ് IC ആണ്. കാര്യം ഈ IC പെട്ടെന്ന് അങ്ങനെ പോകാൻ സാധ്യതയില്ല. അപ്പോൾ നമുക്ക് ഇതിനകത്ത് എവിടെയെങ്കിലും ഷോർട്ടിങ് ഉണ്ടോ എന്ന് ആദ്യം ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് പ്രൈമറി സൈഡിൽ എന്തെങ്കിലും ഷോർട്ടിങ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മൾട്ടിമീറ്റർ കണ്ടിന്യൂറ്റി മോഡിലിട്ട് ഇട്ടിട്ടുണ്ട്, ബസർ മോഡ്. ഓക്കെ, പ്രൈമറി സെക്ഷനിൽ യാതൊരുവിധ ഷോർട്ടിംഗ് ഒന്നും കാണിക്കുന്നില്ല. നമ്മുടെ ഒപ്റ്റോ കപ്ലറും കൂടെ ചെക്ക് ചെയ്ത് നോക്കാം. ഒപ്റ്റോ കപ്ലറിൽ ഷോർട്ടിങ് ഒന്നുമില്ല. ഒപ്റ്റോ കപ്ലറിൻ്റെ ഡയോഡിൽ പ്രൊട്ടക്ഷൻ ഡയോഡുണ്ട്. പ്രൊട്ടക്ഷൻ ഡയോഡിൽ ഷോർട്ടിങ് കാണിക്കുന്നുണ്ട്. ഉണ്ടോ? ഇവിടെ ഒപ്റ്റോ കപ്ലറിൻ്റെ പ്രൊട്ടക്ഷൻ ഡയോഡിൽ ഷോർട്ടിങ് വരുന്നുണ്ട്. എത്രയാണ്?
330 ഓംസിൽ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഔട്ട്പുട്ട് ഡയോഡ് കൊണ്ട് ചെക്ക് ചെയ്യാം. ഓക്കെ, ഔട്ട്പുട്ട് ഡയോഡ് ഷോർട്ടഡ് ആണ്. ഔട്ട്പുട്ട് ഡയോഡ് എന്ന് പറയുന്നത് ഈ ഒരു ഡയോഡ് ഷോർട്ടിംഗ് ആണ് കാണിക്കുന്നത്. അതിൻ്റെ ബസർ അടിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഈ ഡയോഡ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഞാൻ കട്ട് ചെയ്ത് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഓപ്പൺ ആക്കിയതിന് ശേഷം നമുക്ക് ഈ ഡയോഡ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഈ ഒരു ഡയോഡ് ഷോർട്ടിംഗ് ആണ്. ഓക്കെ, അവിടെ നിന്ന് ഞാൻ ആ ഡയോഡ് അഴിച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ഡയോഡ്, ഇതിൻ്റെ നമ്പർ SR206. അത് സ്കൂട്ടി ബാരിയറിൽ വരുന്ന അൾട്രാ ഫാസ്റ്റ് സ്വിച്ചിങ് ഡയോഡാണിത്. അപ്പോൾ ഈ ഒരു ഡയോഡ് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ല. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ വേറൊരു ഡയോഡ് സെറ്റ് ചെയ്യാം. ഇത് UG2D അൾട്രാ ഫാസ്റ്റ് സ്കൂട്ടി ബാരിയർ ഡയോഡാണിത്. അപ്പോൾ ഈ ഒരു ഡയോഡ് ഇവിടെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഔട്ട്പുട്ട് കറക്റ്റായിട്ട് വരുന്നുണ്ടോ ഇല്ലയെന്ന് ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഒരു ഡയോഡ് സെറ്റായിട്ടുണ്ട്. സോൾഡർ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. ഒന്നുകൂടെ നമുക്ക് ഓൺ ചെയ്തിട്ട് ഇവിടെ 12 വോൾട്ട് വരുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കാം. ഞാൻ പവർ കൊടുക്കുകയാണ്. ഓക്കെ, പവർ കൊടുത്തപ്പോൾ തന്നെ ഇതിനകത്ത് ബീപ്പ് ശബ്ദം കേട്ട് ഇവിടെ ആ ലൈറ്റും കത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ 12 വോൾട്ട് കറക്റ്റായിട്ട് 12 വോൾട്ട് വരുന്നുണ്ടോ ഇല്ലയെന്നും കൂടെ ചെക്ക് ചെയ്യാം. ഓക്കെ, 12.43 വോൾട്ട് നമുക്കിവിടെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇഷ്യൂ കാരണമായിരുന്നു നമുക്ക് ഈ ഒരു ബോർഡ് വർക്ക് ചെയ്യാതിരുന്നത്, കംപ്രസർ എടുക്കാതിരുന്നത്. അപ്പോൾ ആ ഒരു ഡയോഡ് മാറിയപ്പോഴത്തേക്കും പവർ ഓൺ ആയിട്ടുണ്ട്, 12 വോൾട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്ത് സെൻസർ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഒരു റിലേ, കംപ്രസർ റിലേ വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു ബോർഡ് എൻ്റെ കംപ്ലൈൻറ്റ് കണ്ടുപിടിച്ചത് റെഡി ആയിട്ടുണ്ട്, സക്സസ്ഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമുക്കൊരു അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ.